നമസ്കാരം. നമ്മൾ നമുക്ക് ബാധിച്ചു നിൽക്കുന്ന ശത്രുദോഷങ്ങൾ, ആഭിചാരം, പ്രേതബാധ, ദൃഷ്ടിബാധ, ശത്രുബാധ, നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സർവ്വതരത്തിലുള്ള ദോഷദുരിതങ്ങളും നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകുന്നതിനും ആ ബാധയുടെ കാഠിന്യങ്ങൾ കുറയുന്നതിനും വേണ്ടിയിട്ട് ഉള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു ക്രിയയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ചട്ടിയോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ ചിരാത് വാങ്ങിച്ചു വെക്കുകയോ അല്ലെങ്കിൽ 4 ഇഷ്ടിക കഷ്ണങ്ങൾ കൂട്ടി വെച്ച് അതിൽ തൊണ്ട്, പ്ലാമറക് അല്ലെ തൊണ്ടോ ചിരട്ടയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അവിടെ ഒരു ഹോമകുണ്ഡം പോലെ നിർമ്മിച്ച് നമ്മൾ ഈ പറയുന്ന മന്ത്രങ്ങൾ കൊണ്ട് അല്പം എള്ള് അല്ലെങ്കിൽ അല്പം കടുക് ഈ പറയുന്ന മന്ത്രങ്ങൾ കൊണ്ട് ഹോമിച്ച് ഇടുക. അപ്പം ഇരിക്കുന്നത് എള്ളാണ്. അപ്പം പറഞ്ഞ് ചെയ്യേണ്ട മന്ത്രം ഇതാണ്. ആദ്യമേ നമ്മുടെ നക്ഷത്രവും നമ്മുടെ പേരും പറയണം. അപ്പം നമ്മളുടെ നക്ഷത്രം, ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന രാമൻ എന്ന നാമധേയനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അശ്വതി നക്ഷത്ര ജാതസ്യ രാമനാമധേയസ്യ ശരീരം പാലയ പാലയ ആത്മാനം രക്ഷ രക്ഷ തസ്യ ശരീരേ വർത്തമാന വർത്തിഷ്യമാന സകലവിധ ക്ഷുദ്ര ഭൂത പ്രേത പിശാച രോഗാദ്യനിഷ്ട്യഗ്രഹാൻ ഉച്ചാടയോച്ചാടയ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധ ക്ഷുദ്ര കൈവിഷ ചൂർണാഭിചാര കൃത്യോപദ്രവാൻ സംഹര സംഹര ഉച്ചാടയോച്ചാടയ പരിപൂർണാരോഗ്യം ദാപയ ദാപയ സർവരക്ഷാം കുരു കുരു സ്വാഹ എന്ന് 3 പ്രാവശ്യം ഇങ്ങനെ തലക്കൊഴിഞ്ഞ് ഈ അഗ്നിയിലേക്ക് ഹോമിക്കുക. അപ്പൊ ഞാൻ മനസ്സിൽ പറയുന്നു, എൻ്റെ നക്ഷത്രം, എൻ്റെ പേര് പറയുന്നു, നാമധേയസ്യ ശരീരം പാലയ പാലയ ആത്മാനാം രക്ഷ രക്ഷ തസ്യ ശരീരേ വർത്തമാന വർത്തിഷ്യമാന സകലവിധ ക്ഷുദ്ര ഭൂതപ്രേത പിശാച രോഗാദ്യനിഷ്ടഗ്രഹാൻ ഉച്ചാടയോച്ചാടയ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധ ക്ഷുദ്ര കൈവിഷ ചൂർണാഭിചാര കൃത്യോപദ്രവാൻ സംഹര സംഹര ഉച്ചാടയോച്ചാടയ പരിപൂർണ ആരോഗ്യം താപയ സാപയ സർവരക്ഷാം കുരു കുരു സ്വാഹ. നക്ഷത്രജാതസ്യ നാമധേയസ്യാം ശരീരം പാലയ പാലയ ആത്മാനാം രക്ഷ രക്ഷ തസ്യ ശരീരേ വർത്തമാന വർത്തിഷ്യമാന സകലവിധ ക്ഷുദ്ര ഭൂതപ്രേത പിശാച രോഗാദ്യനിഷ്ടഗ്രഹാൻ ഉച്ചാടയോച്ചാടയ പരകർമ്മ മന്ത്രയന്ത്രൗഷധ ക്ഷുദ്ര കൈവിഷ ചൂർണാഭിചാര കൃത്യോപദ്രവാൻ സംഹര സംഹര ഉച്ചാടയോച്ചാടയ പരിപൂർണാരോഗ്യം ദാപയ ദാപയ സർവരക്ഷാം കുരു കുരു സ്വാഹ. ഇപ്രകാരം ഒഴിഞ്ഞ് ആ അഗ്നിയിൽ ഹോമിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 28 അല്ലെങ്കിൽ ഒരു 51 പ്രാവശ്യം അല്ലെങ്കിൽ 108 ഒക്കെ ഇത് ജപിച്ചിട്ടാൽ നമ്മളിൽ ബാധിച്ചു നിൽക്കുന്ന നെഗറ്റീവ് എനർജികൾ, ആഭിചാര ദോഷങ്ങൾ, ശത്രുക്കൾ ചെയ്തു വെച്ചിരിക്കുന്ന തടസ്സങ്ങൾ ഇതൊക്കെയും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സഹായിക്കും. ഇത് മാസത്തിൽ ഒരു 2 പ്രാവശ്യം നിത്യവും ചെയ്താൽ സാമാന്യമായി ബാധിച്ചു നിൽക്കുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഈ മന്ത്രം കൃത്യമായി വീണ്ടും വീണ്ടും കേട്ട് ഇത് എഴുതിയെടുക്കുക. അങ്ങനെ എഴുതിയെടുത്തിട്ട് ഇത് വീണ്ടും വീണ്ടും പഠിച്ച് ഇത് ജപിക്കുക. അപ്പോൾ ആദ്യമേ നമ്മുടെ നക്ഷത്രം, പേര്. അപ്പം അശ്വതി നക്ഷത്രത്തിൽ പിറന്ന അശ്വതി നക്ഷത്ര ജാതസ്യ, നിങ്ങളുടെ പേരെന്താണോ ആ പേര്, രാമനാമധേയസ്യ, രാനൂപ് നാമധേയസ്യ, കാർത്യായനി നാമധേയസ്യ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള മന്ത്രങ്ങൾ കൃത്യമായി ചൊല്ലി ഇത് തലയ്ക്ക് 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞ് ഈ അഗ്നിയിലേക്ക് സമർപ്പിക്കുക. അപ്പം നമ്മുടെ
ആത്മാവിൽ ബാധിച്ചു നിൽക്കുന്ന, ശിരസിൽ ബാധിച്ചു നിൽക്കുന്ന, നമ്മുടെ മുഖത്തിൽ ബാധിച്ചു നിൽക്കുന്ന, ശരീരത്തിൽ ബാധിച്ചു നിൽക്കുന്ന ഈ നെഗറ്റീവ് ഊർജങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ അഗ്നിയുമായി കണക്ട് ചെയ്ത് അവിടെ ഹനിച്ചു തീരും. അപ്പൊ ഇത് ബാധ നിവാരണ മന്ത്രമാണ്. ഈ മന്ത്രങ്ങൾ കൊണ്ടാണ് ചില ആൾക്കാരുടെ ബാധകളെയൊക്കെ നമ്മൾ ശമിപ്പിക്കുന്നത്. ചില പൂജകളൊക്കെ ചെയ്തിട്ട് ഈ മന്ത്രങ്ങൾ കൊണ്ട് ഭസ്മം ജപിച്ച് ആ ബാധ ആരാണോ അവരുടെ ശിരസിൽ ഇടും. അതുപോലെ തന്നെ ഈ ചരടൊക്കെയും ഈ മന്ത്രങ്ങൾ കൊണ്ട് ജപിച്ച് അരയിലോ കഴുത്തിലോ ഒക്കെ കയ്യിലോ ഒക്കെ നമുക്ക് ഇതുകൊണ്ട് കെട്ടാൻ സഹായിക്കുന്നതാണ്. ഇത് മാന്ത്രിക പ്രയോഗ വിഷയങ്ങളിൽ പെടുന്ന ഒരു ക്രിയാപദ്ധതിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് മന്ത്രദീക്ഷയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ മന്ത്രങ്ങളൊക്കെ പണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ അമ്മൂമ്മമാരൊക്കെ അറിയാവുന്ന മന്ത്രങ്ങളാണ്. ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിലും ചെറിയ പ്രശ്നങ്ങളും ദൃഷ്ടിദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തന്നെയും ഇത്തരത്തിലൊക്കെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ഉപ്പ്, മുളക്, കടുക് ഇതൊക്കെ ഒഴിഞ്ഞ് തീയിലോ അഗ്നിയിലോ ഒക്കെ ഇടാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ പ്രത്യേകിച്ച് ദോഷമുള്ള മന്ത്രങ്ങളോ ഒന്നുമല്ല. ഇത് ചെയ്തു നോക്കുക. വളരെ പ്രയോജനപ്പെടുന്ന മന്ത്രങ്ങളാണ്. നമുക്ക് വീണ്ടും വരാം. എനിക്കിവിടെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. നന്ദി, നമസ്കാരം.